ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പങ്കുവച്ചൊരു കാര്യമാണ്. ഈ വ്യക്തി പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന ഈശോ കേൾക്കത്തില്ല, എനിക്ക് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ വാക്ചാതുര്യത്തോടുകൂടി പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഈശോ കേൾക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. അപ്പോൾ നമുക്ക് കൂട്ടുകാരെ പോലെ നമുക്ക് ഈശോയോട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈശോ ഇങ്ങനെ ഉത്തരം തരും എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാലേ അല്ലെങ്കിൽ വാക്ചാതുര്യത്തോടുകൂടി പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയുള്ളൂ എന്നൊക്കെ. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മകളിലൊക്കെ പോകുമ്പോൾ ചിലരൊക്കെ ഇങ്ങനെ വചനം പറഞ്ഞ് വാക്ചാതുര്യത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്തവർ വിഷമത്തോടുകൂടി ഇരിക്കാറുണ്ട്. ഞാനിതേ അനുഭവത്തിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഞാനിങ്ങനെ പങ്കുവെക്കുന്നത്. കുറച്ചാൾ മുമ്പ് ഒരു വ്യക്തി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, ഈ കടങ്ങൾ മാറുവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാമെന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, എനിക്ക് 25 കോടി രൂപ കടമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു, 20,000 രൂപ കടമുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടുകൂടി പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ 25 കോടി കടമുള്ള ഈ വ്യക്തി എങ്ങനെ മുൻപോട്ട് ഇങ്ങനെ പോകുന്നത് എന്നിങ്ങനെ ഞാൻ ഈശോയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, 15 ദിവസത്തിനുള്ളിൽ ഈ കടബാധ്യത ക്രമീകരിക്കപ്പെടും എന്നിങ്ങനെ പറയുവാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു, ഈശോ ഇങ്ങനെ പറഞ്ഞത് 15 ദിവസത്തിനുള്ളിൽ കടബാധ്യത ക്രമീകരിക്കപ്പെടും എന്നിങ്ങനെ പറയുവാൻ പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഞാനത് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, ഈശോ ഈ 15 ദിവസത്തിനുള്ളിൽ ഇത് ക്രമീകരിച്ചു തരുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ 15 ദിവസത്തിനുള്ളിൽ ടൗണിൽ കുറച്ച് സ്ഥലം കൊടുക്കുവാൻ കിടപ്പുണ്ടായിരുന്നു. ആ സ്ഥലം കച്ചവടമായി ഈ വ്യക്തിയുടെ കടബാധ്യതകളെല്ലാം തീരുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ടൊന്നുമല്ല, ഈ ചേട്ടനത് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്. നമ്മളവിടെ ഒത്തിരി വചനം പറഞ്ഞു, അല്ല വാക്ചാതുര്യത്തോടുകൂടി പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തില്ല. ഈശോ, ഈ ചേട്ടൻ്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോ ഇങ്ങനെ മറുപടി പറഞ്ഞ് ഈ ചേട്ടൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവരും ഇതുപോലെ വചനം പറഞ്ഞും വാക്ചാതുര്യത്തോടുകൂടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നമുക്ക് വചനമൊക്കെ പഠിച്ചു വെക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതൊന്നും കിട്ടാതെ പോകും. അതോർത്ത് ഒരിക്കലും വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ഒന്നും ചെയ്യരുത്. ഒരിക്കൽ ഞങ്ങളറിയുന്ന ഒരു അച്ഛൻ്റെ കൂട്ടത്തിലൊരു ഭവനത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോയി. ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. അവിടെ ചെന്ന് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അച്ഛൻ അന്നേരം മറ്റൊരു കൂട്ടായ്മയിൽ ഇങ്ങനെ പോകാൻ വേണ്ടി, അത് കഴിയുമ്പം മറ്റൊരു കൂട്ടായ്മയിൽ ഇങ്ങനെ പോകണം. അപ്പോൾ അവിടുത്തെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്കെന്നാൽ പോകാം. ഒരു വ്യക്തിയോട് പറഞ്ഞു, എന്നാൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഓരോ വചനത്തിലൂടെ ഇങ്ങനെ കടന്നു പോകാൻ തുടങ്ങി. അവിടെ നിന്നവർക്കെല്ലാം ഭയങ്കര അസ്വസ്ഥതയാൻ തുടങ്ങി. അച്ഛൻ പയ്യെ ചുമയ്ക്കുവാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടുവാൻ തുടങ്ങി. ഈ വ്യക്തി ഇങ്ങനെ ഉൽപ്പത്തി മുതൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം അച്ഛൻ തന്നെ പറഞ്ഞ് ഈ പ്രാർത്ഥനയൊക്കെ നിർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മളിങ്ങനെ വചനം പറഞ്ഞിങ്ങനെ നിറുകളങ്ങളായിട്ട് സംസാരിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈശോ ഉത്തരം തരികയുള്ളൂ എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയോട് കൂടെ ആയിരിക്കുക, ഈശോയോട് കൂട്ടുകാരനെ പോലെ സംസാരിക്കുക. എപ്പോഴും നമ്മൾ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ കുമ്പസാരത്തിൽ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ ഇഷ്ടം പ്രവർത്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഈശോയോട് കൂട്ടുകാരനെ പോലെ സംസാരിച്ചാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഈശോ ഉത്തരം തരും. അവസ്ഥകളെ നോക്കാതെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഈശോയോട് സംസാരിക്കുവാനും ഈശോയെ സ്നേഹിക്കുവാനും ഈശോയുടെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരായിട്ട് മാറുവാനും നിങ്ങളെ ഓരോരുത്തരെയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.